നമസ്കാരം, CNN ന്യൂസിലേക്ക് സ്വാഗതം. വടകര കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ജേർണലിസം വിഭാഗത്തിന്റെ സഹകരണത്തോടെ മാതൃഭൂമി അമിത പ്രതീക്ഷകളുടെ പാരതന്ത്രം എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. വടകര മേഖലയിലെ 5 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ചർച്ചയിൽ പങ്കെടുത്തു. പരിപാടി വടകര എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിത രീതിയിൽ നമുക്ക് എത്തിപ്പെടണമെന്ന് സാധിക്കുന്ന അല്ലെങ്കിൽ സാധിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷകൾ ഒരിക്കലും അമിത പ്രതീക്ഷ. പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ മേജർ സുരേഷൻ വടക്കേയിൽ മുഖ്യപ്രഭാഷണം നടത്തി. മാതൃഭൂമി കോഴിക്കോട് ബ്യൂറോ ചീഫ് കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമി ചീഫ് സബ് എഡിറ്റർ മുരളീകൃഷ്ണൻ മോഡറേറ്ററായി. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ KG ഗിരീഷ് കുമാർ, റീജ പ്രദീപ്, P അനഘ എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് മലയാളം മീഡിയത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടീനെ നേരെ കൊണ്ടുപോയി ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തു. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്. അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും കെയറും എന്റെ മക്കൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച എങ്ങാനും സമയം കൊണ്ട് തന്നെ പോയി ഇംഗ്ലീഷ് മീഡിയം എന്തൊക്കെ വലിയ ആൾക്കാരുടെ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ വാങ്ങി ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുപോയി ചേർത്തു. സ്വന്തമായി കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇന്നത്തെ കാലത്തുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ വിഭാഗമാണെങ്കിലും ഈ സ്കൂളുകളിൽ നിന്നും അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും അവര് പറയുന്നത് കേട്ട് സ്വന്തം കരിയർ, സ്വന്തം എന്താണോ പഠിക്കേണ്ടത് അതുപോലും അവര് പറയുന്നത് കേട്ട് പഠിക്കേണ്ട ഒരു സ്ഥിതി ഇപ്പോഴും ചെറിയൊരു വിഭാഗം വിദ്യാർത്ഥികളുണ്ട്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കണക്ക് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ലോകത്ത് ഒരിടത്തുമില്ലാത്ത, ലോകത്ത് ഒരു രാജ്യത്തുമില്ലാത്ത പ്രതിഭാസമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലെ ആത്മഹത്യ എന്ന് പറയുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒരു കണക്ക് പ്രകാരം 2022 13,000-ഓളം വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. അതായത് ഒരു മണിക്കൂറിൽ ഒരു വിദ്യാർത്ഥി ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നു. നോക്കൂ, ഒരു മണിക്കൂറിൽ ഒരു വിദ്യാർത്ഥി ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കലാലയ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ, ഏറ്റവും പ്രിയതരമായ ഓർമ്മകളാൽ അടയാളപ്പെടുത്തേണ്ട, ഒരുപക്ഷെ ഏറ്റവും സൗവർണ സുലഭിലമായ കാലഘട്ടം എന്നൊക്കെ പറയാൻ കഴിയുന്ന കാലഘട്ടമാണ്. കോളേജിൽ നടന്ന ഇന്റർ കോളേജ് ഫെസ്റ്റിവൽ 2ാം സ്ഥാനം നേടിയ കോളേജ് ടീമിനെ നയിച്ച BSW അസിസ്റ്റന്റ് പ്രൊഫസർ MM രജലേഷിനെ ചടങ്ങിൽ ആദരിച്ചു. ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.